ഇതാകുമ്പോൾ ശുക്രൻ ജസീലൻ. അത് മർഹബ. വെൽക്കം ആവുമ്പോൾ മർഹബ, അല്ലെങ്കിൽ അഹ്ലേൻ, അല്ലെങ്കിൽ മർഹബത്തൈൻ, അല്ലെങ്കിൽ അഹ്ലൻ വസഹ്ലൻ. അപ്പോൾ ശുക്രൻ എന്നോ മഷ്കൂർ എന്നോ ശുക്രൻ ജസീലൻ എന്നോ ഒരാൾ നമ്മളോട് താങ്ക് യു എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളോട് തിരിച്ചു പറയേണ്ടത് എന്താണ്? അഫ്വൻ എന്നാണ്. അഫ്വൻ എന്താണ്? അഫ്വൻ. അഫ്വൻ എന്നാണ് തിരിച്ചു പറയേണ്ടത്. അഫ്വൻ, അഫ്വൻ കേട്ടോ. അഫ്വൻ എന്നാണ്. അപ്പൊ അഫ്വന്റെ അർത്ഥം എന്താ? താങ്ക് യു എന്ന് പറയുന്ന ആളോട് ഇംഗ്ലീഷിൽ നമ്മൾ തിരിച്ച് നോ മെൻഷൻ എന്ന് പറയാറുണ്ട്. ആ അർത്ഥം നോ മെൻഷൻ, സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. നോ മെൻഷൻ. അല്ലെങ്കിൽ സോറി എന്നുള്ള അർത്ഥത്തിലും എന്ത് തന്നെയാണ് പറയുന്നത്? അഫ്വൻ എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ എക്സ്ക്യൂസ് മീ എന്നുള്ള അർത്ഥത്തിലും എന്ത് തന്നെയാണ് പറയുന്നത്? അഫ്വൻ എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ നമ്മൾ അയാളോട് പറഞ്ഞ് നമ്മൾ കേൾക്കാൻ കഴിയില്ല, അപ്പൊ നമ്മൾ പറയില്ല അതിനും എന്ത് തന്നെയാണ് പറയുന്നത്? അഫ്വൻ എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് എന്നോട് മാപ്പാക്കണം എന്ന് പറയുമ്പോഴും എന്ത് തന്നെയാണ് പറയുന്നത്? ഫോർഗീവ് മീ, എന്നോട് മാപ്പാക്കണം. ഇതിനൊക്കെ അഫ്വൻ തന്നെയാണ്. അപ്പോ ക്ഷമിക്കണം, മാപ്പാക്കണം, ഖേദിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിന് എന്താണ് പറയണേ? അഫ്വൻ എന്നാണ്. മർഹബ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന്